ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. കർമ്മയോഗം എന്താണ്? ഭക്തിയോഗം എന്താണ്? ജ്ഞാനയോഗം എന്താണ് എന്നെല്ലാം ഇതിനു മുമ്പ് നാം വിവരിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ജ്ഞാനം എന്നത് ഒരു കവി വിവരിക്കുകയാണ്. ഭക്തി എന്നാൽ എന്താണ്? സ്വസ്വരൂപാനുസന്ധാനം, സ്വന്തം സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. മനസ്സ് തൻ്റെ ഉറവിടമായിരിക്കുന്ന ബോധമണ്ഡലത്തെയും ബോധമണ്ഡലത്തിന് കാരണമായിരിക്കുന്ന ആ പരമാത്മാവിനെയും നിരന്തരം വിചാരം ചെയ്ത് അതിലേക്ക് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി തന്നെയാണ് ധ്യാനം എന്നും പറയുന്നത്. അത് വിട്ട് ലോകവസ്തുക്കളുടെ പിന്നാലെ പോയി അവിടെ സുഖദുഃഖാദികൾ അനുഭവിക്കാൻ വെമ്പി തൻ്റെ സ്വരൂപത്തെ മറക്കുന്നു പലരും. അത് മറക്കാതെ വസ്തുക്കളിലുള്ള ഭ്രമം അസ്തമിപ്പിച്ച് സ്വരൂപത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് പരമമായ സത്യം ബോധ്യമാകും. ഈ ഞാൻ എന്ന് പറയുന്നത് അതുതന്നെയാണ് എന്ന്, അതിൽ നിന്ന് വിഭിന്നമായ ഒന്നല്ല ഇത് എന്ന പരമാർത്ഥം നമുക്ക് വെളിവായി കിട്ടും. അതുകൊണ്ട് പറയുന്നു, ജ്ഞാനമെന്നതു ചേതസ്സി ഞാനായി തീരുകയെന്നതാം, ആകയാലെന്നയോർക്കുന്നോൻ അതനായാസ സാധ്യമാം. ജ്ഞാനമെന്നതു ചേതസ്സി, ജ്ഞാനം എന്ന് പറയുന്നത് ചേതസി എന്നാൽ നമ്മുടെ മനസ്സിൽ, ഞാനായിത്തീരുകയെന്നതാം. ജ്ഞാനം എന്ന് പറയുന്നത് ഞാനും ഭഗവാനും ഒന്നായിത്തീരലാണ്. ആ ഈശ്വര സത്ത അല്ലെങ്കിൽ ആ ചൈതന്യം അല്ലെങ്കിൽ ആ പരമാത്മാവ് അതും ഞാനും ഒന്നാണ് എന്ന് ബോധിക്കുന്നതാണ് ജ്ഞാനം. എന്നിൽ നിന്നും അന്യം അല്ല അത്, അതും ഞാനും രണ്ടല്ല ഒന്ന് തന്നെ എന്ന് ബോധിക്കുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആകയാലെന്നയോർക്കുന്നോർ കഥാനായാസ സാധ്യമാം. ഭഗവാനെ തന്നെ നിരന്തരം ആരാണോ ഓർക്കുന്നത് അവർക്ക് അനായാസം അത് സാധിക്കുന്നതാണ്. യാതൊരു പ്രയത്നവും കൂടാതെ അത് സാധിക്കും. നിരന്തരം ഭഗവാനെ വിചിന്തനം ചെയ്തുകൊണ്ടേയിരിക്കൂ. അവനവൻ്റെ സ്വധർമ്മവും ചെയ്യൂ. നമ്മുടെ വീടോ നമ്മുടെ കുടുംബമോ ഒന്നും നാം ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. കാരണം ഈ ശരീരത്തിൽ വെച്ച് നമുക്ക് എന്തൊക്കെ വേണമോ അതെല്ലാമാണ് നമ്മുടെ പ്രാരബ്ധം എന്ന് പറയുന്നത്. ആ പ്രാരബ്ധം നമുക്ക് അനായാസേന വന്ന് ചേർന്നിരിക്കുന്നു. അവ ഓരോന്ന് സമയമാകുമ്പോൾ വിട്ടുപോവുകയും ചെയ്യും. ഇത് മനസ്സിലായാൽ വിട്ടുപോകുമ്പോൾ ദുഃഖമോ വന്നു ചേരുമ്പോൾ സന്തോഷമോ ഉണ്ടാവുകയില്ല. എല്ലാം ഇവിടെ ഒരു ആസ്വാദനം മാത്രമാണ്. വന്നു ചേരുമ്പോഴും താൻ അതിനെ ആസ്വദിക്കുക, വിട്ടുപോകുമ്പോഴും ഈശ്വരൻ്റെ വൈഭവം എന്നോർത്ത് ആസ്വദിക്കുകയാണ് വേണ്ടത്. ഇപ്രകാരം ജീവിത തുടക്കം മുതൽ ഒടുക്കം വരെ ആത്മാവിൻ്റെ വൈഭവത്തെ ആസ്വദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ ഞാനില്ല, എൻ്റേതില്ല, പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ബോധം നമ്മുടെ മനസ്സിൽ നിലനിർത്തുകയാണ് വേണ്ടത്. അപ്പോൾ അനായാസമായി നമുക്ക് ആ പരമസത്യം വെളിവായി കിട്ടും. ജ്ഞാനമെന്നതു ചേതസ്സി ഞാനായിത്തീരുകയെന്നതാം. നമ്മുടെ മനസ്സിൽ ഞാൻ അതാണ് എന്ന് ബോധ്യമാവുകയാണ്. അതാണ് ജ്ഞാനമെന്നതു ചേതസ്സി ഞാനായിത്തീരുകയെന്നതാം. ആ ഭഗവാനായി തീരുക എന്നതാണ് ജ്ഞാനം.
ആകയാൽ എന്നെയോർക്കുന്നോ കഥനായാസ സാധ്യമാം. ആരാണോ ഭഗവാനെ തന്നെ നിരന്തരം ചിന്തനം ചെയ്യുന്നത് അവർക്കത് യാതൊരു വിഷമവുമില്ലാതെ സാധിക്കുന്നതാണ്. പിന്നെ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ ഒരു 4 വരി വളരെ കുറച്ചുള്ളൂ എങ്കിലും അത് തത്വരത്നമാണ്. അതിനെ നാം നിരന്തരം വിചാരം ചെയ്യൂ. അതൊന്നുകൂടി നമുക്ക് ആവർത്തിക്കാം. ജ്ഞാനമെന്നതു ചേതസ്സി ഞാനായിത്തീരുകയെന്നതാം. ആകയാൽ എന്നെയോർക്കുന്നോ കഥനായാസ സാധ്യമാം.